സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയുടെ വാസ്തവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇസബല്ലയും അതുപോലെ നന്ദനും കയറി വരുന്ന സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ഒരല്പം കലിയോട് നന്ദൻ്റെ കൈ പിടിച്ച് തടയുന്നുണ്ട്. നിൽക്കടാ അവിടെ, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയുമ്പം നന്ദൻ അച്ഛനോടും അല്പം രൂക്ഷമായിട്ട് പറയുന്നു, അച്ഛൻ ചുമ്മാ പ്രശ്നം വഷളാക്കരുതേ, കാരണം ചന്ദ്രമതിയും അതുപോലെ ഋഷിയുടെ കൂട്ടുകാരും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു പ്രഷറിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നന്ദൻ അച്ഛനാണെന്നുള്ളൊരു ബോധ്യമില്ലാണ്ട് ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് കൈ വീശി നന്ദൻ്റെ ചെവിക്കന്നത്തിന് അടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും ഇസബല്ല കൈ തടയുന്നു. അത് കണ്ടപ്പോഴത്തേക്കും ദേവികയും അതുപോലെ നന്ദനും പ്രഭാവതിയും ഒക്കെ ഷോക്കാകുന്നുണ്ട്. സിദ്ധാർത്ഥൻ സാറ് ചന്ദ്രോത്ത് വീട്ടിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു മറു അഭിപ്രായം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ കെ നായരുടെ പ്രോജക്റ്റിന് ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനെ എതിർത്തുകൊണ്ടാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നന്ദനും എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ഇസബല്ലയും കൂടി ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആ ഒരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥൻ സാറിൻ്റെ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആ ഒരു പെരുമാറ്റം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാര്യമറിയാതെ സാറ് നന്ദനെ തല്ലരുത്, കുറച്ച് ആളുകൾ തെറ്റിദ്ധരിച്ചതാ എന്ന് പറയുമ്പോൾ രജനിയുടെ വീട്ടിലെ പാർട്ടിക്ക് പോലും വരാൻ പറ്റാത്ത രൂപത്തിൽ ഇവൻ എന്തോ ബിസിനസ്സിൻ്റെ അർജൻറ്റ് മീറ്റിംഗ് എന്നായിരുന്നു പറഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടാണോ പോയെന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ സാറ് ചൂടാകുന്നു. അതേസമയം നന്ദനാണെങ്കിൽ അകത്തു പോകാൻ പ്രഭാവതി പറയുന്നു, ചുമ്മാ നിന്ന് സംസാരിച്ച് വഷളാക്കേണ്ട പ്രശ്നം എന്നുള്ള രൂപത്തിന് പറഞ്ഞയക്കുന്ന സമയത്ത് താനാ ഇവൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഇപ്പോൾ കൂട്ടു നിൽക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാടോ എന്ന് സിദ്ധാർത്ഥനും പ്രഭാവതിയോട് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നു. അതേസമയം ദേവികയാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഒന്നും മിണ്ടാനാകാതെ നിൽക്കുന്നുണ്ട്. അപ്പം ഇസബല്ല നന്ദൻ പോയതിൻ്റെ പിന്നാലെ റൂമിലേക്ക് പോകുന്നത് കണ്ടിട്ട് ദേവിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നു. അങ്ങനെ ദേവിയും പിന്നാലെ ചെല്ലുന്നു. അപ്പോൾ റൂമിലിരുന്ന് നന്ദനും ഇസബല്ലയും സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ട് ദേവിക ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? രജനി ചേച്ചിയുടെ വീട്ടിലെ പാർട്ടിക്ക് ഉറപ്പായിട്ടും വന്നേക്കാമെന്ന് വാക്ക് പറഞ്ഞ് നന്ദൻ പോയിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായ ഈ സ്ഥിതിക്ക് എനിക്ക് എന്തുമാത്രം നാണക്കേടുണ്ടാക്കുമെന്ന് നന്ദൻ അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദൻ പറയുന്നു, ദേവി അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കാം, ഞാൻ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഫ്രഷ് ആകാൻ പോകുന്ന സമയത്ത് ബെല്ലയോട് ദേവി കയർത്ത് സംസാരിക്കുന്നു. നന്ദനെയും കൂട്ടി ഹോട്ടൽ റൂമിലേക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു ബെല്ലയ്ക്ക്? ഞാനും നന്ദനും തമ്മിലുള്ള ബന്ധം അത് ദേവിയോട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റത്തുമില്ല. ദേവി ഒന്ന് ശ്രമിച്ചു നോക്ക്. ദേവി മാക്സിമം ശ്രമിച്ചു നോക്കിയില്ലേ രജനി ചേച്ചിയുടെ വീട്ടിലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നന്ദനെ കൂട്ടി പോകാം, എന്നുമായിട്ടുള്ള ബിസിനസ് മീറ്റിങ്ങിന് ഒഴിവാക്കാമെന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതുപോലെ തന്നെയുള്ളൂ, നമുക്ക് കാണാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണോ അതോ ഇന്നലെ വന്ന നിങ്ങളുടെ വാക്കാണോ നന്ദൻ കേൾക്കാൻ പോകുന്നതെന്ന്? കാണാൻ എന്തിരിക്കുന്നു, ഇപ്പം തന്നെ എല്ലാം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു പുച്ഛഭാവത്തോടെ ബെല്ലയാണെങ്കിൽ താഴേക്ക് പോകുന്നത് കണ്ടിട്ട് ദേവിയാണെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുന്നു. അന്നേരം പ്രഭാവതി വന്ന് ബെല്ലയോട് കാര്യം തിരക്കുന്നു. എന്തായാലും ആ സോഷ്യൽ മീഡിയയിലെ വീഡിയോ അത് വളരെ മോശമായിപ്പോയി, എന്താ ശരിക്കും സംഭവിച്ചേ, എന്നോട് തുറന്നു പറ എന്ന് പറയുന്ന സമയത്ത് ബെല്ല പറയുന്നു, അത് ഋഷിയുടെ കൂട്ടുകാരാ, അവർ ഋഷി അന്വേഷിച്ചു വന്നതാ, ഋഷി കാണാതായതിൻ്റെ പിന്നിൽ നന്ദനോ അല്ലെങ്കിൽ ചന്ദ്രോത്ത് വീട്ടുകാരോ കാണുമെന്ന് അവർക്ക് തീർച്ചയുണ്ട് പോലും. അതിൻ്റെ പേര് ഒന്നും രണ്ടും പറഞ്ഞ് അവർ നന്ദനെ തല്ലി. അന്നേരം അവരിൽ നിന്നും ഞാൻ നന്ദനെ രക്ഷിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ നേരത്ത് ഞങ്ങളുടെ വണ്ടി തടഞ്ഞു നിർത്തി അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത സീനാ നിങ്ങളൊക്കെ കണ്ട ആ ഒരു വീഡിയോ. അതെല്ലാം സിദ്ധാർത്ഥൻ സാറ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല? ഒരു തെറ്റും ചെയ്യാതെ ഋഷിയുടെ പേര് നിങ്ങളെന്തിനാ അപവാദം കേൾക്കുന്നത്? നിങ്ങൾക്ക് ആ നിമിഷം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് സിദ്ധാർത്ഥൻ സാർ ചോദിക്കുന്ന സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെ നന്ദനോട് പറഞ്ഞത്. പക്ഷേ നന്ദനാണെങ്കിൽ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയൊന്നും വേണ്ട, അവരുടെ കൂട്ടുകാർ ഋഷിയെ കാണാനില്ലാത്തതിൻ്റെ ആ ഒരു സങ്കടത്തിൻ്റെ പുറത്ത് പറഞ്ഞതല്ലേ, വിട്ടുകളയാം എന്ന് നന്ദൻ പറഞ്ഞതിൻ്റെ പേരിനാ സ്റ്റേഷനിൽ പോവാഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും പ്രഭാവതിക്ക് ആ ഒരു കാര്യം കൺവിൻസ് ആകുന്നു. അപ്പം സിദ്ധാർത്ഥനും ഒന്നും പറയാതെ അകത്തേക്ക് പോകുന്ന സമയത്ത് പ്രഭാവതി പറയുന്നു, മോളെ അവർ വല്ലാതെ നന്ദനെ ഉപദ്രവിച്ചോ മോളെ? ഇല്ല ആൻറ്റി, പിന്നെ ആളുകളെ കൂട്ടി കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ദേവികയുടെ ഭർത്താവെന്ന പേര് എല്ലാവർക്കും നന്ദനെ അറിയാമല്ലോ, അങ്ങനെയാണ് ഈ വീഡിയോ ഇത്രയും വൈറലാകാൻ കാരണമെന്ന് നമ്മുടെ ഇസബല്ലയാണെങ്കിൽ പറഞ്ഞൊഴിയുന്നു. എന്നാൽ അതേസമയം ദേവികയ്ക്കാണെങ്കിൽ ബെല്ലയുടെ ഈ അമിതമായിട്ടുള്ള ചന്ദ്രോത്ത് വീട്ടിലെ അധികാര സ്ഥാപീരും അതുപോലെ അമ്മ ബെല്ലയ്ക്ക് കൊടുക്കുന്ന ആ ഒരു അക്സെപ്റ്റൻസും ഒക്കെ കണ്ടിട്ടാണെങ്കിൽ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു. എന്തൊക്കെയോ രഹസ്യം അമ്മയും ബെല്ലയും നന്ദനും കൂടി ചേർന്ന് മറയ്ക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാമെന്ന് അവൾക്ക് വ്യക്തമായിട്ടറിയാം. എന്നാൽ കാര്യമറിയാതെ എന്തെന്ന് വെച്ചാൽ ചോദിക്കുന്നത് പോലും
ഇപ്പോൾ അമ്മയ്ക്കും ബെല്ല എന്ത് പറഞ്ഞാലും അതാണ് വേദവാക്യം എന്നുള്ള കാര്യം മനസ്സിലാക്കി ദേവിക ഇനി എന്തൊക്കെ തീരുമാനം എടുക്കാൻ പോകുന്നു? എന്തായാലും ബെല്ലയുടെ ഈ അമിതമായിട്ടുള്ള നന്ദനോടുള്ള പെരുമാറ്റം അത് ദേവിയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവൾ സ്ട്രോങ് ആയിട്ട് ഇറങ്ങുന്ന സമയം മറഞ്ഞിരിക്കുന്ന ഋഷിയെ വെളിച്ചത്ത് കൊണ്ടുവരും. അങ്ങനെ ഇസബെല്ല തന്നെ ചതിക്കുവാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ നന്ദൻ ബെല്ലയെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരിക്കും. കാത്തിരിക്കാം.